അതുപോലെ തന്നെ അത് ചില ആൾക്കാർക്കെങ്കിലും എന്ത് തരത്തിലുള്ള തോന്നിവാസം ജീവിച്ചിട്ട് അവസാനം മുങ്ങി തിരിച്ചു വന്നാൽ മതി എന്നുള്ള തെറ്റായ ബോധം കൊടുത്തിട്ടുണ്ടെന്ന് ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ഞാൻ മനസ്സിലാക്കി. പക്ഷേ ചില ആൾക്കാർ എന്നോട് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണല്ലോ എപ്പോഴും, ദൈവത്തിൻ്റെ വചനങ്ങളൊന്നും ഞങ്ങൾ പാലിക്കാതിരുന്നിട്ടില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ വിശ്വാസത്തിലാണ് വളർത്തുന്നത്, പക്ഷേ അവിശ്വാസികളെക്കാൾ മോശമായ ജീവിതാനുഭവങ്ങളാണ് അച്ഛൻ ഞങ്ങൾക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞാനും മനസ്സിൽ അന്തം വിട്ടു പോകും. ശരിയാണ് എല്ലാവരും പറയണത്, പള്ളിയിൽ നിന്ന് മാറി നടക്കുന്നവരാണ്, പള്ളിയും പട്ടക്കാരും ഇല്ലാതെ നടക്കുന്ന എത്രയോ മനുഷ്യർ ഇവിടെ ഈ ഭൂമിയിലെ ഭൗതികമായ സുഖങ്ങളൊക്കെ അനുഭവം സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ ഇതുങ്ങൾ ഞെരുങ്ങളെ എന്തുകൊണ്ടാണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവ് മൂത്ത മകനാണ് എന്നോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മൂത്ത മകൻ പറഞ്ഞ ഇതാണ്, എൻ്റെ അപ്പ, എത്ര കാലമായി ഞാൻ നിൻ്റെ കൂടെ ജീവിക്കുന്നു, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിക്കുന്നതിന് അവസാനം ഒരു കുഞ്ഞാടിനെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയുന്നത്. അത് ഭാഗം വായിച്ചേ, ലൂക്കാ 15:29. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു, ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. കണ്ടാ, ആ പരിഭവം മുത്തമാൻ്റെ അല്ല. എനിക്കൊണ്ട് സഭയിൽ 90% മൂത്ത മക്കളാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കാനും കർത്താവിൻ്റെ ബലിയിൽ പങ്കെടുത്ത് ബലിജീവിതത്തിന് അനുഷ്ഠിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷേ ചിലർക്ക് അവരുടെ ഏറ്റവും മസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നടക്കാതെ വരുമ്പോൾ ഞാനീ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്, ഇനി ദൈവം ഉണ്ടോ എന്നൊക്കെ തരുന്നതോടെ ചില അയ്യോഭാവികളും അല്പവിശ്വാസികളൊക്കെ വിശ്വാസ ശക്തിയിൽ നിന്ന് ക്ഷയിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അപ്പനൊരു വാക്ക് നിങ്ങൾ ഓർക്കണം. എന്താ അപ്പം പറയണത് എന്ന് വായിച്ചാൽ ലൂക്കാ 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അപ്പോൾ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതിൻ്റെ അത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേൾക്കുന്ന പ്രാർത്ഥനയുണ്ട്, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയുണ്ട്. രണ്ടുതരം പ്രാർത്ഥനയുണ്ട്. ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങളിൽ നമ്മൾ 10 കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ 5 നടക്കും, 5